പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കുക എന്ന ബി.ജെ.പിയുടെ ദീർഘനാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിൽ എൽ.ഡി.എഫിലെ വി.എസ്. സുനിൽകുമാറിനെയും യു.ഡി.എഫിലെ കെ. മുരളീധരനെയും ബഹുദൂരം പിന്നിലാക്കിയാണ് സുരേഷ് ഗോപി കുതിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വോട്ടായി മാറിയിരിക്കുന്നത്. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മാത്രമാണ് സുനിൽകുമാറിന് മുന്നിലെത്താൻ കഴിഞ്ഞത്. എന്നാൽ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ലീഡറിന്റെ സ്വന്തം തട്ടകത്തിൽ മകൻ മുരളീധരന് മുന്നിലെത്താൻ കഴിഞ്ഞില്ല. തങ്ങളുടെ A+ മണ്ഡലമായി കാണുന്ന തൃശൂരിൽ ബി.ജെ.പി. കേന്ദ്ര നേതാക്കന്മാരുടെ പട തന്നെ എത്തിയാണ് പ്രചാരണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയും അമിത്ഷാ 1 തവണയും മണ്ഡലത്തിലെത്തിയിരുന്നു. തൃശൂരിലെ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച തന്റെ ലൂർദ് മാതാവിനും മറ്റെല്ലാ ഈശ്വരന്മാർക്കും നന്ദിയെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അറിയിച്ചു. തൃശൂരിൽ തന്നെ വിശ്വസിച്ച് നിയോഗിച്ച മോദിയോടും അമിത്ഷായോടും നന്ദി പറയുന്നു. ഇവർ 2 പേരാണ് തന്റെ സൂപ്പർ ഹീറോസ്. തൃശൂരിന്റെ MP എന്ന നിലയിലല്ല, കേരളത്തിന്റെ MP ആയിട്ടാകും പ്രവർത്തിക്കുക എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു.